മുട്ട ചേർക്കാതെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുരിഞ്ഞു കിട്ടുമെന്ന് പലർക്കും സംശയമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 ടിപ്സ് ഈ വീഡിയോയിലുണ്ട്. ഇത് ഒരു നല്ല 4 മണി പലഹാരമാണ്. അഞ്ച് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാ ചിരവിയത്, 5 ടീസ്പൂൺ മൈദാമാവ്, കുറച്ച് ബ്രെഡ് ക്രംസ്, 1 പിടി കാഷ്യൂനട്ട് മുറിച്ചത്, അതുപോലെ ഒരു അരപ്പിടി കിസ്മിസ് മുറിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. 2 നുള്ള ഉപ്പ്, ഒരു 2 ടീസ്പൂൺ നെയ്യ്, വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെള്ളം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇത് അധികം മധുരമില്ലാത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ ഈ പഞ്ചസാര മൊത്തം ഇതിനകത്ത് ചേർക്കുവാണ്. ഇതിലേക്ക് നട്ട്സും കിസ്മിസും ചേർക്കാം. ഇനി ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് വന്നാൽ മതി, കളറൊന്നും മാറണമെന്നില്ല. പഞ്ചസാര എന്നത്തേക്ക് അലിപ്പ് വന്നോളൂ. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചേർക്കുവാണ്. പഞ്ചസാര വെള്ളമായി പോകണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഏത്തപ്പഴം ഒന്ന് തൊലി കളഞ്ഞ് അതിൻ്റെ പുറമേ നാരുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണേ. ഇതുപോലെ നാര് വരുമല്ലോ, അതൊക്കെ കളയണം. ഇതുപോലെ ഒന്ന് കീറിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തെ കറുത്ത നാരും കുരുവും ഉണ്ടല്ലോ, അതൊന്ന് മാറ്റണം. ഇതുപോലെ എടുത്ത് കളയണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങായും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അത് ചേർക്കാം. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. എന്താ, ഇത് അല്പം ലൂസായിട്ടായിരിക്കണം. നമുക്ക് കട്ട്ലറ്റിൻ്റെ രീതിയിൽ ഉരുട്ടുമ്പോഴത്തേക്ക് ഇത് ലൂസായിട്ടായിരിക്കണേ. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കാം. ബ്രെഡ് ക്രംസിന് അളവൊന്നുമില്ല, ഇതൊന്ന് മുറുകി കിട്ടുന്നത് എപ്പോഴാണോ അതുവരെ ഇത് ചേർക്കണം. ആദ്യം കുറച്ച് ചേർക്കാം. അങ്ങനെ കുറേശ്ശെ ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 2 നുള്ള ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർക്കാം. ഓരോ പ്രാവശ്യം ചേർക്കുമ്പോഴത് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. ഇപ്പം കട്ട്ലറ്റിൻ്റെ പരുവത്തിന് ഉരുട്ടാവുന്ന രീതിയിൽ മുറുക്കമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കണം. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടാം. ഇത് ഉരുട്ടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട്ലേറ്റിൻ്റെ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലെടുക്കാം.
ഞാനിപ്പോൾ ഇതുപോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട്ലറ്റിൻ്റെ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഈ മൈദയൊന്ന് കലക്കിയെടുക്കണം. അല്പം ലൂസാക്കി വേണം കലക്കാനായിട്ട്, ഒത്തിരി കട്ടിയാകരുത്. കട്ടയില്ലാതെ ഇത് കലക്കി വെക്കണം. ഇനി മൈദയ്ക്ക് പകരം കോൺഫ്ലവറോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ എടുക്കാം. ഇതുപോലെ ലൂസായിരിക്കണം. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് ഇതുപോലെ മൈദയിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ബാക്കി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് വറുത്ത് പോരാം. ഇട്ട ഉടനെ ഇത് തുടരുത്. 1 മിനിറ്റേലും കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണേ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ഇതിൻ്റെ അകവശമൊക്കെ വെന്തതാണല്ലോ, പുറവശം മാത്രമേ ഒന്ന് മുരിയാനുള്ളൂ. നമുക്കിതൊന്ന് നോക്കാം. അപ്പം ഇത് മുരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകവശം എല്ലാം വെന്തതായതുകൊണ്ട് ഇതിൻ്റെ പുറവശം മാത്രം ഒന്ന് മുരിഞ്ഞാൽ മതി. ഇത് നമുക്ക് പൊരിയെടുക്കാം. ഏത്തപ്പഴം കട്ട്ലറ്റ് റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. മുട്ട ചേർക്കാതെ പുറമേ നല്ല ക്രിസ്പിയായ ഏത്തപ്പഴം കട്ട്ലേറ്റ് നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.